ലൈല മജ്നു. ലൈലയുടെയും മജ്നുവിൻ്റെയും പ്രണയകഥ. ലൈല, മജ്നു എന്നീ പേരുകൾ നമ്മൾക്കേവർക്കും സുപരിചിതമായ പേരുകളാണ്. കമിതാക്കളെപ്പറ്റി പറയുമ്പോൾ ആദ്യം പറയപ്പെടുന്ന ചുരുക്കം പേരുകളിൽ ഒന്നാണ് ലൈല, മജ്നു. ഇവരുടെ പ്രണയം ദാരുണമായ അന്ത്യമുള്ളതായിരുന്നിട്ടും പ്രണയത്തിൻ്റെ അനശ്വര പ്രതീകങ്ങളായി ഇരുവരുടെയും പേര് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മളിൽ എത്ര ആളുകൾക്കറിയാം ലൈലയുടെയും മജ്നുവിൻ്റെയും പ്രണയകഥ? ലൈല മജ്നുവിനെ പറ്റി പല കഥകളും പറഞ്ഞു കേൾക്കാറുണ്ട്. അതിലൊന്നാണ് ഈ കഥ. ലൈക്ക് ചെയ്യാതെയാണ് നിങ്ങൾ കേൾക്കുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണേ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ലൈല, ഖൈസ് എന്നു പേരുള്ള കമിതാക്കളുണ്ടായിരുന്നു. ഖൈസ് എന്നാണ് മജ്നുവിൻ്റെ യഥാർത്ഥ പേര്. ലൈലയോടുള്ള അടങ്ങാത്ത സ്നേഹം ഭ്രാന്തമായതിനാൽ മജ്നു എന്ന് ഖൈസിനെ വിളിക്കപ്പെടുകയായിരുന്നു. മജ്നൂൻ എന്നാൽ അറബി വാക്കാണ്. ഇതിൻ്റെ അർത്ഥം ഭ്രാന്തൻ എന്നാണ്. ലൈലയോട് മജ്നുവിനുള്ളത് ഭ്രാന്തമായ സ്നേഹമായിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ വിളിക്കാനിടയായത്. കുട്ടിക്കാലം തൊട്ടേ ഇരുവരും ഒന്നിച്ച് കളിച്ച് പഠിച്ച് വളർന്നവരാണ്. ഇരുവരും പരസ്പരം ഒരുപാട് സ്നേഹിച്ചിരുന്നു. കളിച്ചും ചിരിച്ചും രാവും പകലും ഒന്നിച്ച് ചിലവഴിച്ചിരുന്ന കാലം അധികം നിലനിന്നിരുന്നില്ല. ഒരേ മദ്രസയിൽ ഒരേ ക്ലാസ്സിലായിരുന്നു ഇരുവരും പഠിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഉസ്താദ് എല്ലാവരോടും അള്ളാഹു എന്ന് എഴുതുവാൻ ആവശ്യപ്പെട്ടു. എല്ലാവരും എഴുതി. പക്ഷേ മജ്നു ആട്ടെ എഴുതിയത് ലൈല എന്ന്. ഇത് കണ്ടപ്പോൾ ഉസ്താദ് കുപിതനായി വീണ്ടും ആജ്ഞാപിച്ചു, ഖൈസ്, അള്ളാഹ് എഴുതി പഠിക്കൂ. അങ്ങനെ മജ്നു വീണ്ടും വീണ്ടും എഴുതി ലൈല, ലൈല, ലൈല എന്ന്. കുപിതനായ ഉസ്താദ് ലൈലയെ ചൂണ്ടിക്കാണിച്ച് ചോദിച്ചു, ഈ പെണ്ണിനെ നീ അള്ളാഹിനേക്കാൾ മുകളിലാണോ കാണുന്നത്? ഉസ്താദ് കൈകൾ പിടിച്ചു വലിച്ച് മർദ്ദിക്കുവാൻ തുടങ്ങി. ഉസ്താദ് അടിച്ചുകൊണ്ടേയിരുന്നു. മജ്നു ആണെങ്കിൽ എതിരൊന്നും പറയാതെ തല്ലുവാങ്ങിക്കൊണ്ടേയിരുന്നു. ലൈല കരഞ്ഞുകൊണ്ട് ഉസ്താദിനോട് പറഞ്ഞു, അടിക്കല്ല ഉസ്താദെ, എനിക്ക് വേദനിക്കുന്നു. എന്നിട്ട് അവളുടെ കൈകൾ നീട്ടി കാണിച്ചു കൊടുത്തു. ആ കാഴ്ച കണ്ട ഉസ്താദ് ആകെ പരവശനായി. മജ്നുവിന് കൊണ്ട ഓരോ അടിയുടെ പാടുകളും ലൈലയുടെ കൈകളിൽ. ഉസ്താദ് ഇരുവരുടെയും മാതാപിതാക്കളെയും വിളിച്ചു വരുത്തി കാര്യങ്ങൾ ധരിപ്പിച്ചു. മജ്നുവിന് പഠിത്തത്തെക്കാൾ ലൈലയോടാണ് താല്പര്യമെന്ന് മനസ്സിലായതോടെ അവരുടെ ഇത്തരത്തിലുള്ള സ്നേഹത്തിന് ഭയന്ന് അവരെ പിരിയിക്കുകയും ചെയ്തു. പരസ്പരം കാണാനിടയാകാതെയും മിണ്ടാനിട വരാതെയും കാലങ്ങൾ കഴിച്ചുകൂട്ടി. എന്നാലും ഇരുവരും അന്യോന്യം മറന്നില്ല, പരസ്പരം പ്രണയിക്കാൻ പോലും. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. കൗമാരപ്രായം വന്നെത്തി. ഇരുവരും എങ്ങനെയോ വീണ്ടും കണ്ടുമുട്ടി. പരസ്പരം തിരിച്ചറിയുകയും മജ്നു നിരന്തരം ലൈലക്ക് കവിതകൾ അയക്കാൻ തുടങ്ങി. ആരും കാണാതെയും അറിയാതെയും നിത്യേന കാണുവാനും തുടങ്ങി. രാത്രികാലങ്ങൾ ഇരുവരും ഒന്നിച്ച് ചെലവഴിച്ചു. ലൈലാക്ക് വേണ്ടി മജ്നു കവിതകൾ ചൊല്ലുമായിരുന്നു, എഴുതുമായിരുന്നു. ലൈലക്ക് മജ്നുവിന്റെ കവിതകൾ ഏറെ ഇഷ്ടായിരുന്നു. ഇരുവരും അത്രമേൽ അടുത്തു.
മജ്നുവിന്റെ ശ്വാസനിശ്വാസം പോലും ലൈലയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. ലൈല ജീവിക്കുന്നതോ മജ്നുവിനെ പ്രണയിക്കുവാനും. അങ്ങനെ പതിവ് പോലെ ലൈലയെ കാണാനെത്തിയ മജ്നുവിനെ ലൈലയുടെ സഹോദരൻ തബ്രേഷ് കാണാനിടയായി. ധനികനും ബഹുമാന്യനുമായിരുന്ന ലൈലയുടെ പിതാവിനും ജ്യേഷ്ഠനും സാമ്പത്തികമായി തങ്ങളോളം മജ്നുവിന് അല്ലാതിരുന്നതിനാലും ഭ്രാന്തനാണെന്ന് മജ്നുവിനെ പറയപ്പെടുന്നതിനാലും മജ്നു ലൈല ബന്ധം അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. അയാൾ കുപിതനായി ആർത്ത് വിളിച്ച് വാളെടുത്ത് വീശാൻ തുടങ്ങി. വാളിൽ നിന്നും ഓരോ മുറിവുകളുണ്ടാകുമ്പോഴും മജ്നു ലൈല തന്റേതാണെന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇത് ലൈലയുടെ സഹോദരനെ കൂടുതൽ ക്ഷുഭിതനാക്കി. അയാൾ മജ്നുവിനെ മുറിവേൽപ്പിക്കാൻ തുടങ്ങി. മജ്നുവിനേൽക്കുന്ന ഓരോ മുറിവുകളും ലൈലയെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. ഇതറിയാമായിരുന്ന മജ്നു സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ലൈലയുടെ സഹോദരനെ വധിക്കേണ്ടി വന്നു. മജ്നുവിന് മരണം വരെ കല്ലേറ് ശിക്ഷയായി വിധിക്കപ്പെട്ടു. ലൈലയ്ക്ക് ഇത് സഹിക്കാനാവുന്നതിലും വലുതായിരുന്നു. അവൾ കരഞ്ഞപേക്ഷിച്ചു. മജ്നുവിനെ കല്ലെടുത്തെറിയാതിരിക്കാൻ ആരും കേട്ടില്ല. അവസാനം പിതാവിനരികിൽ പോയി മജ്നുവിനെ കാണുകയോ സംസാരിക്കുകയോ ഇല്ല, ജീവനോട് വിട്ടയച്ചാൽ മതിയെന്ന് അവൾ കേണപേക്ഷിച്ചു. മറ്റൊരാളെ വിവാഹം കഴിക്കാമെങ്കിൽ വിട്ടയക്കാമെന്ന് പിതാവ് ലൈലയോട് പറഞ്ഞു. ഇത് കേട്ട ലൈല അവൾ ജീവനേക്കാൾ സ്നേഹിക്കുന്ന മജ്നുവിന്റെ ജീവന് വേണ്ടി ആരെ വേണമെങ്കിലും വിവാഹം ചെയ്യാമെന്ന് വാക്കുകൊടുത്തു. അങ്ങനെ സുന്ദരനും ധനികനുമായ തഖീഫ് എന്ന വ്യാപാരിയായ യുവാവുമായി ലൈലയുടെ വിവാഹം നടത്തുകയും മജ്നുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി തള്ളുകയും ചെയ്തു ലൈലയുടെ പിതാവ്. മരുഭൂമിയിലൂടെ മജ്നു ഭ്രാന്തനെ പോലെ അലഞ്ഞു നടന്നു ലൈലയ്ക്ക് വേണ്ടി. കണ്ണിൽപ്പെടുന്ന കല്ലുകളിലെല്ലാം ലൈലക്കായി കവിതകൾ കുറിച്ചിട്ടു. മജ്നുവാകട്ടെ ലൈലയുടെ വിവാഹത്തിന് ശേഷം ഭക്ഷണം പോലും ഉപേക്ഷിച്ചിരുന്നു. അങ്ങനെ ഏതാനും ദിവസങ്ങൾക്കകം മജ്നു മരണമടഞ്ഞു. മജ്നു ജീവൻ കൈവിട്ട സമയം ലൈലയുടെ ഹൃദയവും നിലച്ചിരുന്നു. മജ്നുവിനോടുള്ള വേർപാട് സഹിക്കാനാവാതെ ലൈല ഹൃദയാഘാതം മൂലം മരണമടഞ്ഞു. അങ്ങനെ മരണത്തിലൂടെ സ്വർഗത്തിൽ അവർ ഒന്നിച്ചു എന്നാണ് കഥ. മജ്നു ലൈല കഥകൾ 1000-ലധികമുണ്ട്. പല കഥകളിലും മജ്നു ലൈല പ്രണയം പലതായാണ് വിവരിച്ചിരിക്കുന്നത്. ആ 1000-ൽ ഒരു കഥയാണ് നിങ്ങൾ കേട്ടത്. ഇവർ തമ്മിൽ വിവാഹം ചെയ്യുകയോ ആഗ്രഹങ്ങളോ വികാരങ്ങളോ നിറവേറ്റുകയോ ചെയ്യാത്തതിനാൽ ഇത്തരം കഥകളെ വിർജിൻ ലവ് സ്റ്റോറീസ് എന്നാണ് വിളിക്കപ്പെടുന്നത്. ലൈല മജ്നുവിന്റെ പ്രണയകഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.